നമസ്കാരം. കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ തലപ്പത്ത് മുഴുവൻ ഒരു അഴിച്ചുപണി നടന്നു കഴിഞ്ഞു. തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നേതൃമാറ്റങ്ങളും നേതൃ ആരോഹണങ്ങളും അല്ലെങ്കിൽ ചില പ്രമുഖ വ്യക്തികളെയൊക്കെ അവർ ഇരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഭാരതത്തിൽ കുറച്ചുകൂടി കാലാനുസൃതമായ മാറ്റത്തോടുകൂടി പാർട്ടിയെ നവീകരിച്ച് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഇനി വരുന്ന തിരഞ്ഞെടുപ്പിനെ കുറച്ചുകൂടി ആധുനികവൽക്കരിച്ചുകൊണ്ട് തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനമൊക്കെ കൈക്കൊണ്ടതെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉണ്ടായ മാറ്റം, അതെങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് പുതിയ നേതൃസ്ഥാനത്തേക്ക് വന്നത്, ആർക്കൊക്കെ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടു, അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഈ പുനഃസംഘടന നോക്കുമ്പോൾ ഇത് വെറുമൊരു ഭാരവാഹി പട്ടിക മാത്രം അല്ല എന്ന് മനസ്സിലാകും. അതായത് നിതിൻ നബീൻ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ വലിയ ടീം രൂപീകരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് സ്മൃതി ഇറാനിയുടെ തിരിച്ചുവരവ് അത് തന്നെ ഒരു വലിയ വാർത്തയാണ്. വസുന്ധര രാജയെ ദേശീയ ഉപാധ്യക്ഷയാക്കിയത്, രാം മാധവിന്റെ തിരിച്ചുവരവ്, അമിത് മാളവിയെ IT അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്ന് അപ്രതീക്ഷിതമായി മാറ്റിയത്, പീയൂഷ് ഗോയലിന് ട്രഷറർ ചുമതല നൽകിയത്, കേരളത്തിൽ നിന്ന് K സുരേന്ദ്രന് ദേശീയ സെക്രട്ടറി പദവി ലഭിച്ചത് തുടങ്ങി ഒട്ടേറെ നീക്കങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അനുഭവവും പുതുതലമുറയും തിരഞ്ഞെടുപ്പ് കേന്ദ്രീകൃത സംഘടനാ പുനർനിർമ്മാണവും ലക്ഷ്യമിടുന്ന ടീമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. മാളവിയയ്ക്ക് പകരം പുതിയ ഡിജിറ്റൽ ടീം, സ്മൃതിയുടെ തിരിച്ചുവരവ്, വസുന്ധര ദേശീയ നേതൃത്വത്തിൽ, ഇതൊക്കെയാണ് നാം ഞെട്ടിക്കുന്ന ചില വാർത്തകളായി കഴിഞ്ഞ ദിവസം കേട്ടത്. നിതിൻ നബീൻ ഒരുക്കുന്നത് പുതിയ ഒരു BJP ടീമിനെയാണ്. അതായത് 2027 ലക്ഷ്യമാക്കി അനുഭവവും യുവത്വവും ഒരുമിക്കുന്ന ഒരു ടീമിനെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതൊരു സ്ഥാനമാറ്റമല്ല, ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണ് BJP മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. BJPയുടെ ദേശീയ അധ്യക്ഷനായ നിതിൻ നബീൻ ചുമതലയേറ്റതിന് പിന്നാലെ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ദേശീയ ഭാരവാഹികളുടെ പുനഃസംഘടനയാണ് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത്. 13 ദേശീയ ഉപാധ്യക്ഷന്മാർ, 8 ദേശീയ ജനറൽ സെക്രട്ടറിമാർ, 16 ദേശീയ സെക്രട്ടറിമാർ എന്നിവരടങ്ങുന്ന പുതിയ ഘടനയിൽ പഴയ പരിചയ സമ്പത്തും പുതിയ തലമുറയുടെ ഊർജ്ജവും ഒരുമിപ്പിക്കുകയാണ് BJP. 10 വനിതാ നേതാക്കൾക്കും 6ഓളം ന്യൂനപക്ഷ പശ്ചാത്തലമുള്ള നേതാക്കൾക്കും ദേശീയ ചുമതല നൽകിയതും വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. നിതിൻ നബീന്റെ ടീം നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അതെന്താന്ന് വെച്ചാൽ BJP അടുത്ത തിരഞ്ഞെടുപ്പിനെ വെറുമൊരു പ്രചരണ യുദ്ധമായി അല്ല കാണുന്നത്, മറിച്ച് സംഘടനയെ ഓരോ സംസ്ഥാനത്തും കൂടുതൽ കൃത്യമായി പുനഃക്രമീകരിക്കാനുള്ള പദ്ധതിയോടെയാണ് BJP മുന്നോട്ട് പോകുന്നത് എന്നത് ഈ പുനഃസംഘടനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പുതിയ പട്ടികയിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് അത് അമിത് മാളവിയുടെ അഭാവമാണ്. വർഷങ്ങളായി BJPയുടെ IT സെല്ലിന്റെയും സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും പരിചിതമായ ഒരു മുഖമായിരുന്നു മാളവിയ. അദ്ദേഹത്തെ മാറ്റി ദീപക് മഹാസ്കയെ സോഷ്യൽ മീഡിയ കൺവീനറായി നിയോഗിച്ചിരിക്കുകയാണ്. അതേസമയം അനിൽ ബാലുനി മാധ്യമ ചുമതലയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് മാളവിയക്കെതിരായ ഒരു രാഷ്ട്രീയ വിധിയാണെന്ന് മാത്രം വായിക്കുന്നത് ഈ അവസരത്തിൽ ശരിയല്ല. കാരണം ഡിജിറ്റൽ രാഷ്ട്രീയം മാറുകയാണ് മൊത്തത്തിൽ. 2014 സോഷ്യൽ മീഡിയയും 2019 സോഷ്യൽ മീഡിയയും 2024 സോഷ്യൽ മീഡിയയും ഇതൊന്നും ഒന്നല്ല. ഇന്ന് ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ്, AI ജനറേറ്റഡ് കോണ്ടന്റ്സ്, ഇൻഫ്ലുവൻസർ നെറ്റ്വർക്ക്സ്, റീജിയണൽ ലാംഗ്വേജ് ഡിജിറ്റൽ എക്കോസിസ്റ്റം, വാട്സാപ്പ്, മൈക്രോ നെറ്റ്വർക്ക്സ് എന്നിവയാണ് രാഷ്ട്രീയ ആശയവിനിമയത്തിന്റെ പോലും പുതിയ യുദ്ധഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതിനാൽ BJP ഡിജിറ്റൽ സംവിധാനത്തിൽ പുതിയ മുഖവും പുതിയ തന്ത്രവും പരീക്ഷിക്കുകയാണ് എന്നാണ് ഈ മാറ്റത്തെ നാം നോക്കിക്കാണേണ്ടത്. മാളവിയുടെ കാലഘട്ടം BJPയുടെ ഡിജിറ്റൽ ആക്രമണാത്മകതയുടെ കാലഘട്ടമായിരുന്നെങ്കിൽ പുതിയ ടീം കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് റീജിയണൽ ടെക്നോളജി ഡ്രൈവൻ കമ്മ്യൂണിക്കേഷൻ ലക്ഷ്യമിടുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഈ പട്ടികയിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ തിരിച്ചുവരവ് അത് ആരുടേതാണെന്ന് ചോദിച്ചാൽ സ്മൃതി ഇറാനിയുടേതാണ് എന്ന് പറയേണ്ടി വരും. കാരണം മുൻ കേന്ദ്രമന്ത്രി ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരിച്ചെത്തുകയാണ്. അതിലും പ്രധാനമായി ഉത്തർപ്രദേശിന്റെ ചുമതല അവർക്കാണ് നൽകുന്നത് എന്നുള്ളതാണ്. 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി BJPയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാളികളിൽ ഒരാളായി ദേശീയ തലത്തിൽ ഉയർന്നിരുന്നു. 2024 പരാജയത്തിനു ശേഷം അവർ അധികാര കേന്ദ്രത്തിൽ നിന്ന് അകലുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ അവകാശവാദം. പക്ഷേ BJP മറ്റൊരു പ്രധാന ഒരു സന്ദേശമാണ് എന്നാൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് തോൽവി ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമല്ല എന്ന് സ്മൃതി ഇറാനിയുടെ മടങ്ങിവരവോടുകൂടി BJP വളരെ ശക്തമായി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്.
ഇതാണ് സ്മൃതി ഇറാനിയുടെ തിരിച്ചുവരവിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് പോലൊരു നിർണായക സംസ്ഥാനത്ത് ഒരു മാസ് കമ്മ്യൂണിക്കേറ്ററിനെയും പാർലമെന്ററി പരിചയമുള്ള ശക്തയായ ഒരു വനിതാ നേതാവിനെയും സംഘടനയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് യാദൃച്ഛികമല്ല. അടുത്ത നിയമസഭാ രാഷ്ട്രീയത്തിലും ഭാവിയിലെ ലോക്സഭാ രാഷ്ട്രീയത്തിലും BJP സ്ത്രീ വോട്ടർമാരെ കൂടുതൽ ശക്തമായി കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. സ്മൃതി ഇറാനി അങ്ങനെ വീണ്ടും മൈതാനത്തേക്ക് വന്നു കഴിഞ്ഞു. പിന്നീട് പറയാനുള്ളത് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജെ സിന്ധ്യയുടെ തിരിച്ചുവരവാണ്. അത് ദേശീയ ഉപാധ്യക്ഷയായി തിരിച്ചെത്തുന്നു എന്നതാണ് വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത്. രാജസ്ഥാനിൽ 2 തവണ മുഖ്യമന്ത്രിയായ വസുന്ധരയ്ക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വ്യക്തിപരമായ സ്വാധീനമുള്ള വ്യക്തിയാണ്. പുതിയ ദേശീയ ടീമിൽ അവരെ ഉൾപ്പെടുത്തുന്നത് രാജസ്ഥാൻ കേന്ദ്രീകൃത രാഷ്ട്രീയത്തെ മറികടന്ന് ദേശീയ സംഘടനയിൽ അവരുടെ അനുഭവം ഉപയോഗിക്കാനുള്ള ശ്രമമായാണ് എല്ലാവരും വിലയിരുത്തുന്നത്. വസുന്ധരയുടെ പ്രധാന ശക്തി എന്താണ് എന്നപ്പോൾ ചോദിക്കുന്നവരുണ്ട്. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന പരിചയമാണ് ശരിക്കും പറഞ്ഞാൽ വസുന്ധരയുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത്. ദേശീയ നേതാക്കൾക്ക് പലപ്പോഴും ഡൽഹിയിലെ രാഷ്ട്രീയ കണക്കുകൾ വ്യക്തമായിരിക്കാം. എന്നാൽ ഓരോ സംസ്ഥാനത്തിന്റെയും ജാതി സമവാക്യങ്ങളും പ്രാദേശിക നേതൃത്വവും സംഘടനാ പ്രശ്നങ്ങൾ ഭരണപരമായ അനുഭവവും വ്യത്യസ്തമാണ്. വസുന്ധരയെ പോലുള്ള നേതാക്കളെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ BJP സംസ്ഥാന അനുഭവത്തെ ദേശീയ സംഘടനാ തീരുമാനങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്യമമാണ് പൂർത്തിയാക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ പേര് രാം മാധവിന്റേതാണ്. മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാം മാധവിനെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. BJPയുടെയും RSSന്റെയും സംഘടനാ പശ്ചാത്തലം മനസ്സിലാക്കുന്ന ഒരു നേതാവാണ് രാം മാധവ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത വെറുമൊരു തിരഞ്ഞെടുപ്പ് പ്രസംഗ ശേഷിയൊന്നുമല്ല, സംഘടനാ തന്ത്രമാണ്. സംഘടനാ തന്ത്രം, രാഷ്ട്രീയ ചർച്ച, ആശയപരമായ വിഷയങ്ങൾ, വടക്കുകിഴക്കൻ ഇന്ത്യയിലെയും മറ്റ് മേഖലകളിലെയും രാഷ്ട്രീയ ഇടപെടൽ എന്നിവയിലെ പരിചയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് വേണം പറയാൻ. അതിനാൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് നിതിൻ നബീന്റെ ടീമിൽ അനുഭവസമ്പന്നമായ രാഷ്ട്രീയ ബുദ്ധിയുടെ കൂട്ടിച്ചേർക്കലാണ് എന്ന് വേണം വിലയിരുത്താൻ. മറ്റൊരു നിർണായക മാറ്റം സംഭവിച്ചിരിക്കുന്നത് പീയൂഷ് ഗോയലിനെ ദേശീയ ട്രഷററായി നിയമിച്ചതാണ്. കേന്ദ്രമന്ത്രിയും വ്യവസായ വാണിജ്യ രംഗത്തെ പരിചയസമ്പന്നനുമായ ഗോയലിനെ പാർട്ടിയുടെ സാമ്പത്തിക ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത് സംഘടനയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൂടുതൽ പ്രൊഫഷണൽ ആക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതൊരു ചെറിയ നിയമനമല്ല എന്ന് വേണം മറ്റൊരു കാര്യം. അതായത് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വ്യാപ്തി വർദ്ധിക്കുമ്പോൾ സംഘടനാ സാമ്പത്തിക സംവിധാനത്തിനും കൂടുതൽ കൃത്യത ആവശ്യമാണ്. അതനുസരിച്ചാണ് ഇദ്ദേഹത്തെ ഈ പദവിയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. പാർട്ടി വളരുമ്പോൾ ഫണ്ടിംഗ്, വിഭവ വിനിയോഗം, തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് എന്നിവയും കൂടുതൽ പ്രൊഫഷണൽ ആകേണ്ടതുണ്ട്. ഗോയലിന്റെ വരവ് അതിന്റെ സൂചനയാണ് എന്ന് വേണം വിലയിരുത്താൻ. പുതിയ ദേശീയ സെക്രട്ടറിമാരുടെ പട്ടികയിൽ മുൻ കേരള BJP അധ്യക്ഷനും K സുരേന്ദ്രനും ഇടം നേടിയെന്നാണ് മറ്റൊരു വളരെ നിർണായകമായ ഒരു വാർത്ത. അത് കേരളത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർക്കും വളരെ സന്തോഷിക്കാൻ ഇടം നൽകുന്ന ഒരു സംഭവമാണ്. കേരളത്തിൽ BJPക്ക് മുന്നിൽ ഇപ്പോഴും വലിയ രാഷ്ട്രീയ വെല്ലുവിളികളുണ്ട്. അതായത് സംസ്ഥാനത്ത് BJPയുടെ വോട്ട് വിഹിതം ഉയർത്തുക, സംഘടനയെ ബൂത്ത് ലെവലിൽ ശക്തിപ്പെടുത്തുക, ഹിന്ദു സമൂഹത്തിനപ്പുറം വിവിധ സാമൂഹിക വിഭാഗങ്ങളിലേക്ക് പാർട്ടിയുടെ സ്വീകാര്യത വികസിപ്പിക്കുക, യുവാക്കളിലും മധ്യവർഗത്തിലും സ്ത്രീകളിലും പുതിയ രാഷ്ട്രീയ പിന്തുണ സൃഷ്ടിക്കുക. ഇതെല്ലാമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിൽ ഇപ്പോഴുമുള്ള ലക്ഷ്യങ്ങൾ. ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്നൊരു നേതാവിനെ ഉയർത്തുന്നത് കേരളത്തെ ദേശീയ BJP തന്ത്രത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ്. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അടുത്ത രാഷ്ട്രീയ മത്സരങ്ങൾ BJPക്ക് അതിപ്രധാനവുമാണ്. ഇതെല്ലാം നയിക്കുന്നത് താരതമ്യേന യുവാവായ നിതിൻ നബീനാണ് എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ബീഹാറിൽ നിന്നുള്ള നേതാവായ നബീൻ യുവമോർച്ചയിലൂടെ വളർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലും സംഘടനാ പ്രവർത്തനത്തിലും പരിചയം നേടിയ വ്യക്തിയാണ്. 2006 നിയമസഭയിലെത്തിയ അദ്ദേഹം പിന്നീട് തുടർച്ചയായ നിയമസഭാംഗമായും ബീഹാർ സർക്കാരിൽ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഉയർച്ചയിൽ പ്രധാന ഘടകമായി കണക്കാക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പരീക്ഷണം BJPയുടെ നിലവിലെ ശക്തി നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത തലമുറയുടെ നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇതിനായി പഴയ നേതാക്കളെ പൂർണ്ണമായി മാറ്റി നിർത്താതെ തന്നെ അവരെ പുതിയ തലമുറയുമായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. സ്മൃതി ഇറാനിയെ മാസ് അപ്പീലെന്നും, വസുന്ധരയെ ഭരണപരിചയം, രാം മാധവ് സംഘടനയും ആശയപരമായ പരിചയവും, പീയൂഷ് ഗോയൽ സാമ്പത്തിക മാനേജ്മെന്റ്, ദീപക് മഹാസ്കെ പുതിയ ഡിജിറ്റൽ മുഖം, K സുരേന്ദ്രൻ ദക്ഷിണേന്ത്യയിലെ സംഘടനാ വിപുലീകരണം, ഇവയെല്ലാം ചേർന്നാണ് ടീം
നിതിൻ നബീൻ. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇപ്പോൾ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യവും. അതായത് 2026 സംഘടനാ പുനഃസംഘടനയ്ക്ക് പിന്നിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള നിർണായക സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പോരാട്ടത്തിന് മുന്നോടിയായാണ് പുതിയ ടീമിനെ കാണുന്നത്. അതോടൊപ്പം BJPക്ക് മുന്നിൽ മറ്റൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മോദി അമിത്ഷാ കാലഘട്ടത്തിന് ശേഷം പാർട്ടിയുടെ സംഘടന കണ്ടിന്യൂറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട ലക്ഷ്യം. BJP ഒരു നേതാവിനെ മാത്രം ആശ്രയിക്കുന്ന പാർട്ടി അല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ഘട്ടമാണിത്. മോദി ദേശീയ മുഖമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അമിത്ഷാ തന്ത്രത്തിന്റെ ശക്തമായ കേന്ദ്രവുമാണ്. എന്നാൽ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാനങ്ങളിലായി പുതിയ നേതാക്കൾ, അത് അതിശക്തരായ നേതാക്കൾ, അതിശക്തമായ മുഖങ്ങൾ വളർന്നു വരേണ്ടതുണ്ട്. അതിനുള്ള സംഘടനാ പരീക്ഷണമാണ് നിതിൻ നബീന്റെ ഈ ടീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ ടീമിലെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത വനിതാ പ്രാതിനിധ്യമാണ്. അതായത് 10 വനിതാ നേതാക്കൾ ദേശീയ ഭാരവാഹികളായി ഇടം നേടിക്കഴിഞ്ഞു. ദേശീയ ഉപാധ്യക്ഷന്മാരിൽ 6 പേർ സ്ത്രീകളാണെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത. സ്മൃതി ഇറാനിയും വസുന്ധര രാജയും പോലുള്ള ദേശീയമായി തിരിച്ചറിയപ്പെടുന്ന മുഖങ്ങളെ മുൻനിരയിൽ എത്തിക്കുന്നതിലൂടെ BJP സ്ത്രീ വോട്ടർമാരുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തിരഞ്ഞെടുപ്പ് ഗണിതത്തിലും പ്രധാനമാണെന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ കേവലം വോട്ടർമാരായി കാണാതെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്കും കൊണ്ടുവരിക എന്നത് രാഷ്ട്രീയപരമായി വളരെ പ്രയോജനകരമാകുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. പിന്നീട് അമിത് മാളവിയെ മാറ്റിയതുകൊണ്ട് BJPയുടെ ഡിജിറ്റൽ രാഷ്ട്രീയം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സ്മൃതി ഇറാനി തിരിച്ചു വന്നതുകൊണ്ട് അത് പഴയ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നതുമില്ല. വസുന്ധര എത്തിയത് കൊണ്ട് രാജസ്ഥാൻ മാത്രം ലക്ഷ്യവുമല്ല. രാം മാധവ് തിരിച്ചെത്തിയത് കൊണ്ട് പുതിയ സംഘടനാ രീതിയിലേക്ക് BJP മടങ്ങുന്നു എന്നും അർത്ഥമില്ല. ഇവയെല്ലാം ചേർത്താണ് പുതിയ BJP ടീം രൂപപ്പെടുന്നത് എന്നതാണ് അതിന്റെ പ്രാധാന്യം. ഒരു വശത്ത് അനുഭവം, മറുവശത്ത് യുവത്വം, ഒരു വശത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പരിചയം, മറുവശത്ത് ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ പുതിയ ഭാഷ, ഒരു വശത്ത് സംഘടനയുടെ പരമ്പരാഗത ഘടന, പിന്നീട് മറ്റൊരു വശത്ത് പ്രൊഫഷണൽ പൊളിറ്റിക്കൽ മാനേജ്മെന്റ്. ഇതാണ് നിതിൻ നബീന്റെ പരീക്ഷണം.